ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ പീസ് ചില്ലി കേട്ടോ. അപ്പോൾ മക്കൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കടി വേണ്ടി വരുമല്ലോ. അന്നേരം എന്താന്ന് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിന്, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ. അപ്പം നമുക്ക് ഗ്രീൻ പീസ് ചില്ലി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്, വെറൈറ്റി ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇതാണ് ഈ കടലയൊക്കെ ഇങ്ങനെ നല്ലതുമാണ്, മോനൊക്കെ കഴിക്കണത് നല്ലതാണെന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വേവിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് കടല കഴുകി കുക്കറിലേക്ക് ഇട്ടുട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പിന്നെ നന്നായിട്ട് പൊതിർന്നത് തന്നെയാണ്. അപ്പോൾ ഒരു 3 വിസിലൊക്കെ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിലേക്ക് മുട്ടയൊക്കെ ഇട്ടിട്ട് നല്ല റോസ്റ്റാക്കി ഇങ്ങോട്ട് എടുക്കാം. നമ്മൾ കോഴിക്കോട് കടപ്പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ബീച്ചിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കണ അതേ ടേസ്റ്റിലുള്ള ഒരു ഗ്രീൻ പീസ് ചില്ലി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മളെടുത്തുള്ള പച്ചക്കറി ആട്ടോ നമ്മൾ അരിഞ്ഞ് വെച്ചത്. ഒരു സവോള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഒറ്റ പച്ചമുളക് എടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കേട്ടോ. അതുപോലെ നമ്മളെ കയ്യിൽ ക്യാരറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളപ്പോത്തിന് നമ്മളെ കടല വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും ഫസ്റ്റ് ഇട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എരിഞ്ഞ് വെച്ചിന് സബോള അതൊന്ന് അതിലേക്ക് ഇട്ട് അതിലേക്കൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്കൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ എരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ടല്ലോ അതുകൂടി ഒന്നിട്ട് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ചൂടുള്ള കട്ടൻ ചായയും ഇങ്ങനത്തെ ഒരു ഗ്രീൻ പീസും ഇങ്ങനെ കഴിക്കുമ്പോൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലോ. ഇതുപോലെ ഉണ്ടാക്കുന്നവരൊക്കെ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കിടന്നൊന്ന് നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് ഇങ്ങോട്ട് വരട്ടെ. നല്ലൊരു സ്മെല്ല് കേട്ടോ, ഇഞ്ചും വെളുത്തുള്ളിൻ്റെ സ്മെല്ല് ഉണ്ടാവുമല്ലോ. അതോ നമുക്ക് അതിലേക്ക് വേണ്ട മസാലകളൂടെ ഇടണം. ഇതൊക്കെ ആകുമ്പോൾ മക്കൾക്കും ഭയങ്കര നല്ലതാണ്. ഇത് കഴിക്കണത് നല്ല മക്കൾക്കും ഇഷ്ടമാണ്. ഞാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി കേട്ടോ ഞാനിട്ടത്. അതൊക്കെ പാടെ ഒന്ന് യോജിപ്പിക്കട്ടെ. എന്നിട്ട് നമുക്ക് അതൊക്കെ ഒന്നിച്ചൊന്ന് യോജിപ്പിച്ചിങ്ങട്ടെ നമുക്ക് അതിലേക്ക് ഇനി 2 മുട്ടയും പൊട്ടിച്ചിടണം കേട്ടോ. അപ്പോൾ അതാണല്ലോ അതിൻ്റെ ടേസ്റ്റ്. മുട്ട ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. അപ്പം ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടോ. എന്താ അതുകൂടി ഞാൻ അതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടോ. നമുക്ക് അതുകൂടി ഒന്ന് നന്നായിട്ട് ഉള്ളിയും തക്കാളിയും മുട്ടയും ഒക്കെ പാടെ ഒന്നുകൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്യാം. നല്ലോണം ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കട്ടോ. എന്നിട്ട് നമുക്ക് അതിന്ന് ഒക്കെ ഒന്ന് റെഡി ആയ ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടല ഉണ്ടല്ലോ അതുകൂടി അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒക്കെപാടെ ഒന്ന് യോജിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ്. മക്കൾ സ്കൂളിട്ട് വരുമ്പം തന്നെ നമുക്ക് മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന എണ്ണക്കടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പരമാവധി കുറക്കട്ടോ. നമ്മളെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ വെച്ച് മക്കൾക്ക് ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനുള്ള ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിന് കടല നല്ല പാകത്തിനുള്ള വേവട്ടം, വെന്തിങ്ങോട്ട് ഒടിയരുതേ. ഒടിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, പിന്നെ കറിയായിപ്പോവും. ഇതുപോലെ ഇങ്ങോട്ട് കടിക്കാൻ കിട്ടണം കടല. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പാടെ ഒന്നിച്ച് യോജിപ്പിച്ച് നമുക്കിന് മല്ലിച്ചപ്പുണ്ട് അതുകൂടി അതിലേക്ക് ഇടണം കേട്ടോ. പിന്നെ ഞാൻ ചായക്കും വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഒക്കെ റാഹത്തായിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഞാൻ ഒക്കെ ഒന്നിച്ച് യോജിപ്പിച്ച് പിന്നെ അതിലേക്ക് നമ്മൾ എരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പ് കൂടി ഇട്ടോ. അതുകൂടി അപ്പോത്തിന് ഇതാ മോന് സ്കൂളിട്ട് വന്നിട്ട് അമ്മച്ചി എന്താ ഉണ്ടാക്കണേന്നുള്ളത് ഇങ്ങനെ. മക്കളാകുമ്പോൾ അങ്ങനെയാണല്ലോ, മക്കൾക്ക് രാവിലെ എന്താണ് ഉണ്ടാക്കുക, പിന്നെ സ്കൂളിട്ട് വരുമ്പോൾ എന്താ ഉണ്ടാവുക, അങ്ങനെയൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, മക്കളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല കട്ടൻ ചായയും നമ്മളെ ഗ്രീൻ പീസ് കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് വട്ടത്തിലിരുന്ന് എല്ലാവരും കൂടി ഒന്നിച്ചിങ്ങോട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ടും വരേക്കും. ബായ്.